വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈ ചെയ്യാം. നെത്തോലിയാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അത് 500 ഗ്രാം ഉണ്ട്. പിന്നെ വേണ്ടുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വിനീഗർ, അരിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ഓയിൽ. കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. ഫ്രൈ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി, കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തത്. നിങ്ങൾക്ക് മറ്റേ മുളക് പൊടി എടുത്താലും മതി. ഇത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മറ്റേ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, വിനീഗർ 2 ടീസ്പൂൺ, അരിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കോക്കനട്ട് ഓയിൽ 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം കുഴഞ്ഞിട്ട് കലട്ടിയെടുക്കാം. ഒരുപാട് വെള്ളം ആകരുത്, ആവശ്യത്തിനുള്ളത് മതി. ഇനി നമുക്കിത് അടച്ച് ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് ടേസ്റ്റ്. അതുകൊണ്ടാണ് അതെടുത്തത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് നെത്തോലി ഇടാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം. നല്ല മൊരിച്ച് വേണം എടുക്കേണ്ടത്. അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല മൊരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. എരിയും ഉപ്പും ഒക്കെ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. സാധാരണ ഞാൻ പറയുന്ന പോലെ പറയുകയാണ്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നെത്തോലി ഫ്രൈ സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നെടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് ചവച്ച് തിന്നാം. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.